നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. സഫയർ ഫുഡ്സ് എന്നൊരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. സഫയർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ KFC അടക്കമുള്ള ബ്രാൻഡ്സിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രാഞ്ചൈസിയാണ്. വരുമാനത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ റവന്യൂവിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മാത്രമല്ല സബ് കോണ്ടിനെൻ്റിൽ ഒട്ടാകെ അവരുടെ പ്രസൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ശ്രീലങ്കയിലെ ഏറ്റവും വലിയ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻ്റാണ് ഈ സഫയർ ഫുഡ്സ് എന്ന് പറയുന്നത്. ഇവർ നവംബർ 9 മുതൽ 11 വരെയാണ് ഇവരുടെ IPO ഓപ്പൺ ആയിരിക്കുന്നത്. 9 മുതൽ 11 വരെ 2073.25 കോടി രൂപയാണ് ഇവർ വിപണിയിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് മുഴുവനും ഓഫർ ഫോർ സെയിലാണ്. ഫ്രഷ് ഓഹരികളൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ അത്ര രുചികരമാണോ ഈ ഓഹരി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡ്സിൻ്റെ ഫ്രാഞ്ചൈസിയാണിത്. അതായത് KFC, പിസ്സ ഹട്ട്സ്, ടാക്കോ ബെൽ അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇന്ത്യയിലും സബ് കോണ്ടിനെൻറ്റിലെ മറ്റ് പല കൺട്രീസിലും, അതായത് ശ്രീലങ്ക, മാൽദീവ്സ് അങ്ങനെയുള്ള ചില കൺട്രീസിലും കൂടി ചേർന്നിട്ടാണ് ഇവരുടെ ഈ റെസ്റ്റോറൻറ്റ് ചെയിൻ സർവീസുകളുള്ളത്. ഇന്ത്യയിൽ 204 KFC റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതുകൂടാതെ 231 പിസ്സ ഹട്ട്സ് റെസ്റ്റോറൻ്റ് ഉണ്ട്. 2 ടാക്കോ ബെൽ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. ബോംബെ ആണ് ഇവരുടെ ആസ്ഥാനം. രാജ്യത്തെ എല്ലാ മെട്രോപൊളിറ്റൻ സിറ്റീസിലും ഇവരുടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതും കൂടാതെ ഹൈവേകളിൽ ഏറ്റവും വിസിബിലിറ്റി ഉള്ള സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ റെസ്റ്റോറൻറ്റ്സ് ഉള്ളത്. മാത്രമല്ല അവർ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ, അതായത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ റെസ്റ്റോറൻറ്റ്സ് വ്യാപിപ്പിക്കാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്പനിയുടെ മാർക്കറ്റിലെ സ്ട്രെങ്ത്തിനെ കുറിച്ച് എന്ത് പറയാനാണ്? കാരണം എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡുകളാണ്. അത് ഏറ്റവും വലിയ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ബ്രാൻഡ്സിൻ്റെ ഫ്രാഞ്ചൈസിയാണ് സഫയർ ഫുഡ്സ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൂടാതെ അതിൻ്റെ ബ്രാൻഡുകൾ KFCയും പിസ്സ ഹട്ടും ടാക്കോ ബെല്ലും ഒക്കെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോള്, അവരുടെ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സ്കെയിലബിൾ ഒരു ബിസിനസ് മോഡലാണ് കമ്പനിക്കുള്ളത്. അത് മാത്രമല്ല നല്ല എക്സ്പീരിയൻസ്ഡ് മാനേജ്മെൻറ്റ് ടീം. ഇതെല്ലാം തന്നെ ഈ കമ്പനിയുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് തന്നെ പറയേണ്ടതാണ്. സഫയർ ഫുഡ്സ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ പ്രധാന പ്രൊമോട്ടേഴ്സും ഇൻവെസ്റ്റേഴ്സും ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏറ്റവും വലിയ പ്രൊമോട്ടറായിട്ട് കാണുന്നത് സഫയർ ഫുഡ്സ് മൗറീഷ്യസ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. 45.52% സ്റ്റേക്കും അവരുടെ കൈവശമാണ്. അതുകൂടാതെ QSR മാനേജ്മെൻറ്റ് ട്രസ്റ്റ് എന്നൊരു ട്രസ്റ്റിൻ്റെ കൈവശം 5.83% ഷെയർസും കാണുന്നുണ്ട്. അപ്പോൾ പ്രധാന പ്രൊമോട്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഇവരുടെ രണ്ടുപേരുടെയും പേരുകളാണ്. കൂടാതെ ഏറ്റവും കൂടുതൽ ഇതിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള മറ്റ് ഗ്രൂപ്പുകൾ WWD റൂബി 18.38% സ്റ്റേക്ക് അവർക്കുണ്ട്. പിന്നെ അരിഞ്ചയ എന്ന് പറയുന്ന മൗറീഷ്യസ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിക്ക് 8.01% ആണ് സ്റ്റേക്ക് ഉള്ളത്. എഡിൽവൈസിന് 9.44% സ്റ്റേക്ക് ഇതിലുണ്ട്. പിന്നെ അമേത്തിസ്റ്റ് എന്ന ഒരു ഗ്രൂപ്പിന് 6.53% ഷെയർ ഹോൾഡിങ്ങും ഈ സഫയർ ഫുഡ്സിലുണ്ട്. ഈ കമ്പനിയുടെ മൊത്തം IPOയും ഓഫർ ഫോർ സെയിലാണെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് ഒരു പുതിയ ഓഹരി പോലും ഇവർ ഇറക്കുന്നില്ല. കമ്പനിയിലേക്ക് ഒരു പൈസ പോലും ലഭിക്കുന്നില്ല. ഇത് കുറേ പ്രൊമോട്ടേഴ്സ് ഓഹരികൾ വിറ്റഴിക്കുന്ന ഒരു സംരംഭം മാത്രമാണ്. അതിലേക്ക് ആ അവസരം നമ്മൾ പുതിയ ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നു. നമുക്ക് കുറേ പേർക്ക് കൂടി ഓഹരി ഉടമകളാവാനുള്ള അവസരം ലഭിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ ഇതിലിപ്പോൾ ആരൊക്കെയാണ് ഈ 2073.25 കോടി രൂപയ്ക്കുള്ള ഓഫർ ഫോർ സെയിൽ ആരൊക്കെയാണ് ഓഹരി വിൽക്കുന്നത് എന്ന് നമുക്കറിയണ്ടേ? അത് സഫയർ ഫുഡ്സ് മൗറീഷ്യസ് എന്നുള്ള അവരുടെ പ്രധാന പ്രൊമോട്ടർ തന്നെ അതിൽ 55.69 ലക്ഷം ഓഹരികൾ വിൽക്കുന്നുണ്ട്. QSR മാനേജ്മെൻറ്റ് എന്നുള്ള മറ്റൊരു പ്രൊമോട്ടർ 8.50 ലാക്സ് ഷെയർസും വിൽക്കുന്നുണ്ട്. കൂടാതെ WWD റൂബി 48.46 ലാക്സും അമെത്തിസ്റ്റ് 39.61 ലക്ഷം ഓഹരികളും അതുകൂടാതെ AAJV ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ് എന്നുള്ള ഒരു ഇൻവെസ്റ്റർ
ട്രസ്റ്റ് 80,169 ഇക്വിറ്റി ഷെയർസും വിൽക്കുന്നുണ്ട്. അതുകൂടാതെ എഡിൽവൈസ് ക്രോസ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്നുള്ള ആ ഒരു ഫണ്ട്, ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു ഫണ്ട് 16.15 ലക്ഷം ഇക്വിറ്റി ഷെയർസ് അവർ വിൽക്കുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ സീരീസ് 2, അതായത് എഡിൽവൈസ് ക്രോസ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിന്റെ സീരീസ് 2 6.46 ലാക്സ് ഓഹരികളും വിറ്റഴിക്കുകയാണ്. ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഓഹരികൾ അവരെല്ലാം വിറ്റഴിക്കുമ്പോൾ ആ ഓഹരികൾ അത്രയും തുകയാണ് 2073.25 കോടി രൂപ എന്നുള്ളത്. അപ്പോൾ അവർ വിറ്റഴിക്കുന്ന ആ അവസരമാണ് നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഈ കമ്പനിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറിയിരിക്കുന്നത്. അതായത് ഫ്രഷ് ഓഹരികൾ ഒന്നും തന്നെ ഇല്ല, എല്ലാം തന്നെ ഓഫർ ഫോർ സെയിലാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഇനി പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിലെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ജുബിലന്റ് ഫുഡ് വർക്ക് ലിമിറ്റഡ്, വെസ്റ്റ് ലൈഫ് ഡെവലപ്മെന്റ് ലിമിറ്റഡ്, ബർഗർ കിങ്സ് ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ ദേവയാനി ഇന്റർനാഷണൽ ലിമിറ്റഡ്. ഇതൊക്കെയാണ് പിയർ കമ്പനികളായിട്ട് വരുന്നത്. സഫയർ ഫുഡ്സ് എന്തിനാണ് ഇപ്പോൾ ഒരു IPO നടത്തുന്നത് എന്നുള്ളതിൻ്റെ കാരണം ഏറെക്കുറെ നമുക്ക് വ്യക്തമാണ്. ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സിന് ഇന്ത്യൻ ഓഹരി വിപണി ഈ അവസരത്തിൽ ദീപാവലി കാലത്ത് വളരെയധികം ഉയർന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ അവരുടെ കൈവശമുള്ള ഓഹരികളിൽ ഒരു ഭാഗം വിറ്റഴിച്ച് ലാഭം നേടുക എന്നുള്ളൊരു കാരണം ഇതിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുകൂടാതെ ആ അവസരത്തിൽ നമ്മളെ പോലുള്ള സാധാരണ ഇൻവെസ്റ്റേഴ്സിന് അതിൽ കയറി കൂടാം എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നാൽ ഏറ്റവും പ്രധാന കാരണം ഇപ്പോൾ ഓഫർ ഫോർ സെയിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ്. അതുകൂടാതെ ഇപ്പോൾ ലിസ്റ്റിംഗ് ബെനിഫിറ്റ്സ് കിട്ടുക എന്നുള്ളതും കമ്പനിയുടെ ഒരു ഉദ്ദേശമാണ്. അതായത് ഇനിയിപ്പോൾ ലിക്വിഡിറ്റി വർദ്ധിക്കും. ലിസ്റ്റഡ് കമ്പനി ആവുന്ന ഒരു സ്റ്റാറ്റസ് കൈവരുമ്പോൾ ഭാവിയിൽ കൂടുതൽ ഫണ്ട് സ്വരൂപിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും. മാത്രമല്ല ഓഹരികൾ എപ്പോൾ വേണമെങ്കിൽ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാവുന്ന ലിക്വിഡിറ്റി ഉണ്ടാവുകയും ചെയ്യും. അതുകൂടാതെ ഇതിൻ്റെ ബ്രാൻഡ് നെയിം, ഈ സഫയർ ഫുഡ്സിൻ്റെ ബ്രാൻഡ് നെയിം കൂടുതൽ ഇൻവെസ്റ്റേഴ്സിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ഈ ഇഷ്യൂ വഴി അവർക്ക് സാധിക്കുന്നുണ്ട്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസിലേക്ക് നോക്കുകയാണെങ്കിൽ കമ്പനി എന്തായാലും ലോസിൽ പോകുന്ന കമ്പനിയാണ്, നഷ്ടത്തിൽ പോകുന്ന കമ്പനിയാണെങ്കിൽ പോലും ആ നഷ്ടം കുറച്ചു കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണെന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ അവരുടെ നഷ്ടം 159.25 കോടി രൂപയായിരുന്നു. അത് ഈ കഴിഞ്ഞ ധനകാര്യ വർഷം 2021 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴേക്കും 99.9 കോടിയായിട്ടത് കുറഞ്ഞു. അപ്പം നഷ്ടം കുറച്ചിട്ട് 159.25 നിന്ന് 99.9 ആയിട്ട് ആ നഷ്ടം കുറയ്ക്കാനായിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പുരോഗതിയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നേട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു സൂചന കാണിക്കുന്നുണ്ട്. പക്ഷെ റവന്യൂവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, വരുമാനത്തിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്. അതായത് കോവിഡിൻ്റെ ഇഫക്റ്റ് ആയിരിക്കാം. കഴിഞ്ഞ ധനകാര്യ വർഷത്തിൽ 1340.41 കോടി രൂപയായിരുന്ന റവന്യൂ ഈ വർഷമായപ്പോഴത്തേക്ക് 2021 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോഴത്തേക്ക് 1019.62 കോടി രൂപയായിട്ട് കുറഞ്ഞു. അപ്പോൾ റവന്യൂവിൽ കുറവാണ് ഉണ്ടായത്. 1340 നിന്ന് 1019 റവന്യൂവിൻ്റെ താഴ്ച എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ ലോസ് കുറയ്ക്കുന്നുണ്ടെങ്കിലും റവന്യൂവിലും കുറവുണ്ടാവുന്നു എന്നുള്ളത് നമ്മൾ ഈ ഷെയറിനെ അപ്രോച്ച് ചെയ്യുന്നവർ എന്നുള്ള നിലയിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. ഇനി ഈ ഇഷ്യൂവിൻ്റെ കീ പോയിന്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ കോവിഡ് കാലത്ത് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയ ഇൻഡസ്ട്രീസിൽ ഒന്നാണ് ഫുഡ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഹോട്ടൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാം വളരെയധികം നഷ്ടത്തിലായിരുന്നു. ആ നഷ്ടം അവർ കുറേശ്ശെയായിട്ട് നികത്തി വരുന്ന സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലെയുള്ളവരുടെ സർവീസസ്, അതായത് ഓൺലൈൻ ഫുഡ് ഡെലിവറി എല്ലാം കൊണ്ട് തന്നെ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചു. ഇവരെല്ലാം തന്നെ പതുക്കെ ലാഭത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, ഇപ്പോൾ ഈ ദീപാവലി കാലത്ത് നിരവധി IPOകൾ വന്നിരിക്കുന്ന സമയത്ത് ഇതിൽ അപ്ലൈ ചെയ്യണമെന്നുള്ളത് രണ്ടാം വട്ടം ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നതിന് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഈ ഇഷ്യൂ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒട്ടും അറിയാത്ത പുതിയ നിക്ഷേപകരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മുകളിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് നോക്കിയിട്ട് ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് നവംബർ 9 മുതൽ 11 തീയതി വരെയാണ്. പിന്നെ പ്രൈസ് ബാൻഡ് 1120, 1180. അപ്പോൾ 1180 രൂപയാണ് ഓരോ ഓഹരിക്ക് വിലയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഫ്രഷ് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. കമ്പനിക്ക് ഒരു പൈസ പോലും കമ്പനിക്ക് ഈ ഇഷ്യൂവിൽ നിന്ന് ലഭിക്കുന്നില്ല. 1,70,69,941 ഓഹരികൾ ഇതിൻ്റെ പ്രൊമോട്ടേഴ്സും ഇപ്പോഴുള്ള ഇൻവെസ്റ്റേഴ്സും വിറ്റഴിക്കുകയാണ്. അങ്ങനെ അവർ 2073.25 കോടി രൂപയ്ക്കുള്ള ഇഷ്യൂ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇതെല്ലാം
ഓഫർ ഫോർ സെയിലാണ്. മിനിമം ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്നത് 12 ഓഹരിയാണ്. 12 ഓഹരി ഒരാൾ അപ്ലൈ ചെയ്യുമ്പോൾ 14,160 ഓഹരികൾ വരും. പിന്നെ 12ന്റെ ഗുണിതങ്ങൾ നമുക്ക് 2 ലക്ഷം രൂപ വരെയുള്ള എണ്ണങ്ങൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഫേസ് വാല്യൂ 10 രൂപയാണ് ഒരു ഓഹരിയുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഇത് നഷ്ടത്തിൽ പോകുന്ന കമ്പനി ആയതുകൊണ്ട് സെബി ഇതിന്റെ ടോട്ടൽ സൈസിന്റെ 10% മാത്രമേ റീറ്റെയിലേഴ്സിന് അനുവദിച്ചിട്ടുള്ളൂ. ചെറുകിടക്കാർ 10% ഓഹരികൾ അപ്ലൈ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി പ്രധാനപ്പെട്ട ഡേറ്റുകൾ നോക്കാം. അലോട്ട്മെന്റ് ഡേറ്റ് നവംബർ 16-ാം തീയതിയാണ് ഇതിന്റെ. അത് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തവർക്ക് ഫണ്ട് ഫ്രീ ആവുന്നത് നവംബർ 17-ാം തീയതി, റീഫണ്ട് എന്ന് നമ്മൾ പറയും, നവംബർ 17-ന്. പിന്നെ കിട്ടിയവർക്ക് ക്രെഡിറ്റ് വരുന്നത് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് നവംബർ 18-ാം തീയതിയാണ്. ലിസ്റ്റ് ചെയ്യുന്നത് നവംബർ 22-ാം തീയതിയുമാണ്. ഇഷ്യൂവിന്റെ രജിസ്ട്രാർ ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഇത് കൂടാതെ ഇതിന്റെ ലീഡ് മാനേജേഴ്സിന്റെ പേര് കൂടി നമുക്ക് നോക്കാം. JM ഫിനാൻഷ്യൽസ്, BOFA സെക്യൂരിറ്റീസ്, ICICI സെക്യൂരിറ്റീസ്, IIFL സെക്യൂരിറ്റീസ്, ഇവരൊക്കെയാണ് ഇതിന്റെ ലീഡ് മാനേജേഴ്സ്. എന്തായാലും സഫയർ ഫുഡ്സ് ഓഹരികൾ രുചികരമാണോ എന്നുള്ളത് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, കമൻറ്റുകൾ ഇടാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.